ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ത്യയിൽ തന്നെ വലിയ ബഡ്ജറ്റുള്ള സിനിമയായ SS രാജമൗലിയുടെ മഹേഷ് ബാബു നായകനായി എത്തുന്ന സിനിമയുടെ ഏറ്റവും പുതിയ ഷൂട്ടിംഗ് സെറ്റിലേക്ക് പൃഥ്വിരാജ് ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഹൈദരാബാദിലാണ് സിനിമയുടെ ഏറ്റവും പുതിയ ഷെഡ്യൂൾ ഷൂട്ട് നടക്കുന്നത്. SSMB 29 എന്ന സിനിമയുടെ മറ്റ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ സിനിമയുടെ OTT അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയെന്നും സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഈ ഓഗസ്റ്റ് മാസം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നൊരു റിപ്പോർട്ട് കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഹൈദരാബാദിന് ശേഷം കെനിയയിൽ വലിയൊരു ഷെഡ്യൂളുള്ള ഈ സിനിമയുടെ റിലീസ് 2027 മാർച്ച് 25 ആയിരിക്കും. ഇതേ ഡേറ്റിൽ തന്നെയാണ് അവസാന രാജമൗലി സിനിമ 2022 തിയേറ്ററുകളിലേക്ക് എത്തിയ RRR റിലീസായത്. SSMB 29 എന്ന സിനിമയേക്കാൾ താഴെ ബഡ്ജറ്റുള്ള എന്നാൽ വലിയ ബഡ്ജറ്റുള്ള ഇന്ത്യൻ സിനിമയായ രാമായണ എന്ന സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനങ്ങൾ ഇന്ന് വന്നിരിക്കുകയാണ്. സിനിമയുടെ ഗ്ലിംസ് വീഡിയോ 3 മിനിറ്റിലധികം ഡ്യൂറേഷനുള്ള വീഡിയോ ഇന്ന് റിലീസായിരിക്കുകയാണ്. ചിത്രത്തിൽ രൺബീർ കപൂർ, യാഷ്, സായ് പല്ലവി തുടങ്ങിയവരൊക്കെ അഭിനയിക്കുന്നു. പുറത്തുവന്ന വീഡിയോ കണ്ടന്റിന്, വീഡിയോ എഡിറ്റിംഗിനെല്ലാം തന്നെ വളരെ മികച്ച അഭിപ്രായങ്ങളാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭ്യമായിരിക്കുന്നത്. രാമായണയുടെ ആദ്യ ഭാഗം അടുത്ത വർഷം 2026 ദിവാലി റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തും. ഓസ്കാർ അവാർഡ് ജേതാക്കളായ AR റഹ്മാനും ഹാൻസ് സിമ്മറും ഈ സിനിമയിൽ ഒരുമിക്കുന്നു. ഹരിഹര വീരമല്ലു എന്ന സിനിമയുടെ ട്രെയിലർ കൂടി ഇന്ന് രാവിലെ പുറത്തു വന്നിരിക്കുകയാണ്. ജൂലൈ 24 പവൻ കല്യാണിന്റെ ബിഗ് ബഡ്ജറ്റ് പീരീഡ് ഡ്രാമ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുക. ആട് 3 മലയാളത്തിലെ അടുത്ത ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ. ജയസൂര്യ നായകനായി എത്തുന്ന സിനിമയുടെ അടുത്ത ഷെഡ്യൂൾ ഷൂട്ട് ഈ വരുന്ന ജൂലൈ 10 ആരംഭിക്കുന്നതാണ്. നേരത്തെ ജൂലൈ 5 പ്ലാൻ ചെയ്ത ഷൂട്ടാണ് ഒരാഴ്ച നീട്ടിയിരിക്കുന്നത്. പാലക്കാടാണ് സിനിമയുടെ ലൊക്കേഷൻ. മലയാളത്തിൽ നിലവിൽ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് സിനിമ ഒറ്റക്കൊമ്പൻ എന്ന സിനിമയാണല്ലോ. ഗോകുല മൂവീസ് നിർമ്മിച്ച് സുരേഷ് ഗോപി നായകനായി എത്തുന്ന ഈ മലയാളം വലിയ സിനിമയുടെ വൻ ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ പാലായിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പാല ജൂബിലി റീക്രിയേറ്റ് ചെയ്യുകയാണ് സിനിമയിലെന്നും ജൂൺ അവസാനത്തോടെ ആരംഭിക്കപ്പെട്ട ആ ഷെഡ്യൂളിൽ 3000-ലധികം ജൂനിയർ ആർട്ടിസ്റ്റുകൾ പങ്കെടുക്കുന്നുവെന്നും ജൂലൈ 9 ആയിരിക്കും പാലായിലെ ആ വലിയ ജൂബിലി ഷെഡ്യൂള് പൂർത്തീകരിക്കുക എന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഒറ്റക്കൊമ്പൻ അടുത്ത വർഷം ഏപ്രിലോടെ തിയേറ്ററുകളിലേക്ക് എത്തും. നാളെ ജൂലൈ 4 പുതിയ 3 സിനിമകൾ കൂടി തിയേറ്ററുകളിലേക്ക് എത്തുന്നു. മലയാളത്തിലൊരു പ്രധാനപ്പെട്ട സിനിമ ധീരൻ എന്ന സിനിമയാണ്. രാജേഷ് മാധവൻ നായകനായി എത്തുന്ന സിനിമയിൽ ജഗദീഷ് അശോകൻ, മനോജ് KJN തുടങ്ങിയ വലിയൊരു താരനിര കൂടി അഭിനയിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയുവാനായിട്ട് കാത്തിരിക്കൂ. തമിഴിൽ നിന്നും നാളെ 2 പ്രധാനപ്പെട്ട സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തുന്നുണ്ട്. അതിലൊന്ന് പറന്നു പോകുന്ന സിനിമയാണ്. റാം സംവിധാനം ചെയ്യുന്ന സിനിമയിൽ മലയാളത്തിൽ നിന്ന് അജു വർഗീസ്, ഗ്രേസ് ആന്റണി, വിജയ് യേശുദാസ് തുടങ്ങിയവരൊക്കെ അഭിനയിക്കുന്നു. മറ്റൊരു തമിഴ് സിനിമ 3 BHK എന്ന സിനിമയാണ്. സിദ്ധാർത്ഥ്, ശരത് കുമാർ തുടങ്ങിയവരൊക്കെ അഭിനയിക്കുന്ന സിനിമയ്ക്ക് ഇതിനോടകം തന്നെ റിലീസിന് മുന്നേ വളരെ മികച്ച ഒരു സ്വീകാര്യതയാണ് ലഭ്യമായത്. അടുത്തൊരു ടൂറിസ്റ്റ് ഫാമിലി പോലെ ഒരു സിനിമയായിരിക്കും ഈ ചിത്രമെന്നാണ് ഒരുപാട് പ്രേക്ഷകരുടെ പ്രതീക്ഷ. ഈ പറഞ്ഞ 2 തമിഴ് സിനിമകൾക്കും പ്രിവ്യൂ റിപ്പോർട്ട്സ് പോസിറ്റീവാണ്. കാത്തിരിക്കാം നാളെ വരാനിരിക്കുന്ന അഭിപ്രായങ്ങൾ കേട്ട്.